നമസ്കാരം. എംഡേപ്പിലെ രാജേഷ് ഏട്ടൻ ചെയ്ത ഒരു സൈറ്റിലാണുള്ള ചേർത്തലയുള്ള നമ്മുടെ ഒരു പെയിന്റിംഗ് കോൺട്രാക്ടർ ആണ് രാജേഷ് ഏട്ടൻ. രാജേഷ് ഏട്ടൻ ചെയ്ത ഒരു 3000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുമ്പോഴുള്ള ഒരു പെയിന്റിങ്ങിന്റെ എക്സ്പെൻസും അതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്തെല്ലാം മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. രാജേഷ് ഏട്ടാ, നമുക്ക് ഒന്ന് അകത്തിരുന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം. രാജേഷ് ഏട്ടാ, നമുക്ക് എല്ലാ വീടുകളിലും പുതിയ വീടുകളിലൊക്കെ പ്രത്യേകിച്ച് വരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ പെയിന്റ് ഇളകി പോകുന്ന ഭിത്തിന്നൊക്കെ. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോപ്പറായിട്ട് ഒരു പുതിയ വീട് പണിയുന്നവർ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അത് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യണ സമയം തൊട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഫില്ല് ചെയ്യുന്ന മുമ്പ് തന്നെ ബിറ്റ്വീൻ ഫിക്സ് അടിക്കണം, രണ്ടോട്ട് അടിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ചുമരി പെയിന്റിങ് ചെയ്യുന്ന മുമ്പായിട്ട് നല്ല ഈർപ്പമില്ലാത്ത പ്രതലത്തില് പെയിന്റിംഗ് വർക്ക് തുടങ്ങാവുള്ളൂ. ശരി 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 ശരിക്കും ഈർപ്പം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കുട്ടിവർക്ക് തുടങ്ങാൻ നേരത്ത് ഇതുപോലെ വലിയ വീടുകളൊക്കെ ആണെങ്കിൽ ഏഷ്യൻ പെയിന്റിന്റെ ആണെങ്കിൽ സൈറ്റിലൊക്കെ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉണ്ട്. അത് നമ്മൾ ചെയ്യാൻ നേരത്ത് എല്ലാ വീടും തന്നെ ഉപയോഗിക്കാറുണ്ട്. വീട്ടുകാരെങ്കിലും പറഞ്ഞ് നമ്മൾ പറയും കുട്ടി ചുമരുകളിൽ പൊളിയായിരിക്കാനായിട്ട് ഹൈറ്റിലൊക്കെ പറയുന്ന മെറ്റീരിയൽ ഉണ്ട്. അത് ഒരു 4 അടി ഹൈറ്റിൽ ജലപ്പൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കും. അതിന് ശേഷമേ നമ്മൾ കുട്ടിയിടാറുള്ളൂ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ആണ്. പെയിന്റ് അടിക്കണ കുട്ടി ഇടുന്നേക്കാളും മുമ്പ് അത് ചെയ്യണം. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. അത് നമ്മളിപ്പോ ഈ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പൊളിഞ്ഞു പോകുന്ന ഒരു ടെൻഡൻസി വളരെ കുറയും. അതുകൂടാതെ നമ്മൾ പുട്ടിയിട്ട് പേപ്പർ ഓടിച്ചു കഴിഞ്ഞാലും നല്ല മെറ്റീരിയൽ ഏത് കമ്പനിയുടെ പുട്ടിയാണോ ഉപയോഗിക്കുന്നത് അവരുടെ തന്നെ പ്രൈമർ ഉപയോഗിക്കാൻ ശ്രമിക്കണം. പിന്നെ പുറത്തെപ്പോഴും വാട്ടർ പ്രൂഫും പ്രൈമർ ഉപയോഗിക്കാൻ നോക്കും. എങ്കിൽ മാത്രമേ മെറ്റീരിയൽ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. പുറത്ത് യൂസ് ചെയ്യുന്ന വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള പ്രൈമർ ഉപയോഗിക്കാം. അകത്ത് ഇന്റീരിയർ പ്രൈമർ ഉപയോഗിക്കാം. ശരി ശരി ശരി. ഔട്ട്സൈഡ് വരുമ്പോൾ വാട്ടർ പ്രൂഫിംഗ് ആയിട്ടുള്ള പ്രൈമർ ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ വർക്കുകളൊന്ന് ജസ്റ്റ് നോക്കാം. പക്ഷേ ഒരു അടിപൊളി ഹാൻഡ് റെയിൽ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ ഈ തേക്ക് ചെയ്തേക്കണ ഈ ഹാൻഡ് റെയിലിന്റെ ടോപ്പ് തന്നെയാണ്. ഇത് പോളിഷ് ചെയ്യാൻ ഉപയോഗിച്ച മെറ്റീരിയൽ എന്തൊക്കെയാണ്? നമ്മൾ ഏഷ്യൻ പെയിന്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏഷ്യൻ പെയിന്റ് ഇൻസുലേറ്റർ എന്ന മെറ്റീരിയൽ ആണ് ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നേരത്തെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ കറപ്പാട് പോലെ പൊങ്ങി വരാറും പെട്ടെന്ന് മുറിഞ്ഞു പോകാൻ ടെൻഡൻസി ഉണ്ടാകും. ചെയ്തിട്ട് വരത്തില്ല. ആദ്യം നമ്മൾ പേപ്പർ അടിച്ചതിന് ശേഷം ഇൻസുലേറ്റർ എന്ന മെറ്റീരിയൽ അടിച്ചതിന് ശേഷമാണ് നമ്മൾ PU പോളിഷ് ചെയ്തിരിക്കുന്നത്. PU അടിച്ചിരിക്കുന്നത്. ലാസ്റ്റ് നല്ല ലാസ്റ്റിംഗ് ആയിരിക്കും. ശരി ശരി ശരി. ഇൻസുലേറ്റർ എന്നുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് വേണം PU പോളിഷ്. അത് കഴിയുമ്പോൾ ഈ ഒരു ഫിനിഷിങ്ങിലോട്ട് നമുക്ക് കൊണ്ടുവരാം അല്ലെ? നല്ല കമ്പനി തന്നെ അതിന് PU 7 വർഷം മാറി. ഇന്ത്യയിലോട്ട് അതിൽ കൂടുതൽ ലാസ്റ്റ് ചെയ്തു. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ ഹൈ പിടിച്ച് നടന്നാലും വലിയ വിശ്വാസം അതിന്റെ കൂടുതൽ തന്നെ ഈ സ്റ്റെയർ ഏരിയ ഒരു മുറൽ പെയിന്റിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ്? ഇതിനെ കുറിച്ചൊന്ന് പറയാം. കാണാൻ നല്ല ഷോ ഉണ്ട്. കയറി വരുമ്പോ തന്നെ ഒരു നല്ല വ്യൂ ആണ്. ശരിക്കും ഇവിടുത്തെ സാറ് എന്നൊരു പിക്ചറാണിത്. നമ്മുടെ കൂടെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ചെയ്തതാണ്. ഇത് എത്ര ദിവസം എടുത്ത് കാണും? ഇത് ആ ഒരു മ്യൂറൽ പെയിന്റ് ചെയ്യാൻ 2 ദിവസം കൊണ്ട് ചെയ്താണ്. സാറ് തന്ന ഇവിടുത്തെ വീട്ടുടമസ്ഥൻ തന്ന ഡിസൈൻ തന്നെയാണ്. ശരി ശരി. വിൻഡോസും ഡോർസും എല്ലാം സ്റ്റീലിന്റെ. വിൻഡോസിൽ മാത്രമേ നമ്മുടെ പെയിന്റിങ് വന്നിട്ടുള്ളൂ അല്ലെ? ചേട്ടാ, നമ്മൾ ഏത് വീടിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ പെയിന്റിങ് തന്നെയാണ്. അപ്പൊ ഈ വീട്ടിൽ നമ്മൾ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ യൂസ് ചെയ്തിരുന്ന പെയിന്റ് എന്തൊക്കെയാണ് എന്ന് പറയാം? നമ്മളിവിടെ ഇൻസൈഡ് ഉപയോഗിച്ചിരിക്കുന്ന വാഷബിൾ എമൽഷൻ ആണ്. അതായത് ഏഷ്യൻ പെയിന്റിന്റെ ഓൾ പ്രൊട്ടക്ട് എന്ന് പറയുന്ന മെറ്റീരിയൽ ഇവിടെ ഉപയോഗിച്ചിരുന്നത് അകത്ത്. ഓക്കെ ഓക്കെ. ഫുള്ളായിട്ട് യൂസ് ചെയ്തിട്ട് വാഷബിൾ ടൈപ്പ് ആണ്. എക്സ്റ്റീരിയറിലോട്ട് വരുമ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ നമ്മൾ ആദ്യം വാട്ടർ പ്രൂഫ് പ്രൈമർ ആണ് ആദ്യം അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അൾട്ടിമ പ്രൊട്ടക്ട് അടിച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അൾട്ടിമയാണ് ഫുള്ളായിട്ട് പ്രൊട്ടക്ട്. എനിക്ക് തോന്നുന്നു ഏഷ്യൻ പെയിന്റ് ഹൈയസ്റ്റ്. അതിൽ കുറച്ചുകൂടെ കൂടിയതുണ്ട്. നല്ല മെറ്റീരിയൽ ആയിരിക്കും. 12 വർഷം വാറന്റിയുള്ള മെറ്റീരിയലാണ്. എത്ര വർഷം? 12 വർഷം. 12 വർഷം. അത് നമ്മളിപ്പോ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇന്റീരിയർ അടിച്ചേക്കണ എക്സ്റ്റീരിയർ അടിച്ചേക്കണ സെയിം ക്വാളിറ്റി അല്ലല്ലോ? രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് ശരിക്കും? അല്ല, ഇന്ത്യയിൽ അടിച്ചിരിക്കുന്നത് വാഷമാണ്. നമുക്ക് വീടിനുള്ളിൽ അടിക്കാൻ പറ്റും. എക്സ്റ്റീരിയർ മെഷീൻ നമുക്ക് ഉള്ളിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ശരി ശരി ശരി. അത് ചെയ്യാൻ നേരത്ത് അങ്ങനെ തന്നെ ചെയ്യാം. എക്സ്റ്റീരിയർ മെഷീൻ എക്സ്റ്റീരിയലും ഇന്റീരിയർ മെഷീൻ ഇന്ത്യയിലായിട്ട് തന്നെ ഉപയോഗിക്കണം. അതാണ് കൂടുതലായിട്ട് അവർക്ക് അറിഞ്ഞിരിക്കുന്നത് അല്ല? പക്ഷേ ഇത് നമ്മുടെ ബെഡ്റൂം, എല്ലാ ബെഡ്റൂമിലും സെയിം ലേഔട്ട് ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഒരു ഹെഡ് ബോർഡ് ഒക്കെ ബെഡിന്റെ ബാക്ക് സൈഡ് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒരു സിമ്പിൾ പെയിന്റിങ് നിർത്തിയിട്ടുണ്ട്. എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ആരുടെ സജഷൻ ആയിരുന്നു?
സാറ് പറഞ്ഞൊരു കാര്യം, അതൊരു ഹൈലൈറ്റ് കളർ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ ഒരു ഐഡിയയിലാണ് ഇങ്ങനെ ചെയ്തത്. തീമായിട്ട് എടുത്തത്, പെയിന്റ് അടിക്കാതെ ഒരു തീം പോലെ ചെയ്ത. അതിന്റെ ഒരു പ്രത്യേക ഭംഗി തന്നെ ആ ബെഡ്റൂമിലുണ്ട്. അതുപോലെ നമ്മുടെ ലിവിംഗ് ഏരിയയിലൊക്കെ അതിന്റെ ഒരു ഭംഗിയായിട്ട് തന്നെയാണ്. ബെഡ്റൂമിലെല്ലാം തന്നെ ഒരേ കളറിനെ ചൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്. ഇത് ഒരു ലൈറ്റ് എന്താ പറയാ, ഒരു ചെറുപയർ പച്ച അതാണ് യൂസ് ചെയ്തേക്കുന്നത്. ചേട്ടാ, ഇതുപോലെ ഒരു ബെഡ്റൂം ഒക്കെ പെയിന്റ് ചെയ്യുമ്പോൾ ഇപ്പൊ റീപെയിന്റിംഗ് ആണെങ്കിൽ പോലും നമുക്ക് ശ്രദ്ധിക്കേണ്ട എന്താണ് അതിന്? നമ്മള് ശരിക്കും ലൈറ്റ് കളർ തന്നെ ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കുക. ഇതുപോലെ ഹൈലൈറ്റ് കളർ അടിക്കുമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചിലർ പറയാറുണ്ട്, ചിലർക്ക് അത് വേണ്ട ഒറ്റ കളർ തന്നെ മതി. അടിക്കാൻ നേരത്ത് നമ്മുടെ തലയുടെ ഭാഗം വന്ന സ്ഥലത്ത് അടിക്കുക, ബെഡിന്റെ പുറകെ വശത്ത് അടിക്കുക, ബെഡിന്റെ ബാക്ക് സൈഡ് അത് ഫുൾ വാളൊക്കെ അടിക്കുന്ന മാറ്റി. ഇതൊരു പുതിയ ട്രെൻഡാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ്. ശരി. ഫുൾ വാൾ അടിക്കുന്നേക്കാൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി വൈറ്റ് അവിടെ കിട്ടുകയും ചെയ്യും. അത് അവിടെ ഹൈലൈറ്റ് ചെയ്ത ഒരു കളറുമാണ്. സുരേഷ് സാറിന്റെ എം ടൈപ്പിലുള്ള ഒരു പെയിന്റിംഗ് കോൺട്രാക്ടർ ആണ് രാജേഷേട്ടൻ. രാജേഷേട്ടൻ ചെയ്ത ഈ വീട്ടില് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താണ്? ഈ ഒരു പ്രോജക്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുമായിട്ട് കൺവീനിയന്റ് ആയിട്ട് തോന്നിയത്? കൺവീനിയന്റ് ആയിട്ട് തോന്നുന്നത് രാജേഷ് അവരുടെ ഫുൾ ടീം വളരെ ഫ്ലെക്സിബിൾ ആണ്. അവരൊരു ടൈം ലൈൻ പറഞ്ഞു, ആ ഒരു ടൈം ലൈൻ അവര് മീറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ ടീം അങ്ങനെ പ്രത്യേകിച്ച് ടൈം നോക്കി ചെയ്യുന്നവരൊന്നുമല്ല. അത് നേരത്തെ വരും, താമസിച്ച് നിൽക്കും. വളരെ പ്രൊഫഷണൽ ആയിട്ട് ഒരു അപ്രോച്ച് ആയിരുന്നു തുടക്കം മുതൽ. നമ്മുടെ അഡ്വൈസ് കേൾക്കുകയും അവരുടെ അഡ്വൈസ് കാര്യങ്ങളും അവരുടെ സജഷൻസ് നമ്മളോട് പറയുകയും ചെയ്തിരുന്നു. അപ്പൊ അത് തന്നെയാണ് രാജേഷിന്റെ ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് തോന്നുന്നത്. ഏകദേശം ഏത് സ്റ്റേജിലാണ് ശരിക്കും രാജേഷേട്ടനിലോട്ട് എത്താൻ കാര്യം? ഈ ഒരു വീഡിയോ പണിയുടെ ഏത് സ്റ്റേജിലാണ് സാറ് രാജേഷേട്ടനിലോട്ട് എത്താൻ കാര്യം? അത് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യം എന്നെ കുറിച്ചും പറയേണ്ടി വരും. കാര്യം വെച്ചാൽ ഞാനും ഫാമിലിയും പിന്നെ UAE ദുബായിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും പുറത്താണ്. വൈഫ് രാഖി, രണ്ടുപേരും ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ വീടിന്റെ പണി തൊട്ട് എല്ലാം ചെയ്തിരുന്നത് വൈഫിന്റെ അച്ഛനാണ്. വൈഫിന്റെ അച്ഛനാണ് നോക്കി നടത്തിയത്. അപ്പൊ അച്ഛന് ആരോഗ്യ പ്രശ്നങ്ങൾ വരികയും പിന്നെ അത് തുടർന്ന് നോക്കി നടത്താൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് അവിടെ വരെയുള്ള എല്ലാ ജോലികളും ഒരു പെൻഡിങ്ങിലേക്ക് വന്നു കുറച്ച് നാളത്തേക്ക്. അപ്പൊ വീണ്ടും ഞാനത് ഏറ്റെടുത്ത് നടത്തുമ്പോഴത്തേക്ക് അന്ന് അച്ഛൻ ഡീൽ ചെയ്ത ആൾക്കാർ ആരൊക്കെയാണ്, അവരെങ്ങനെ കോണ്ടാക്ട് ചെയ്തു, അവരുടെ വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നൊന്നും നമുക്ക് വിദേശത്തിരുന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺലൈനിൽ ആ പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് റിവ്യൂസ് നോക്കി അഭിപ്രായങ്ങൾ നോക്കിയിട്ടാണ് ഞാനത് പിന്നെ ആളെ കണ്ടെത്തുന്നത്. അപ്പൊ ആദ്യം കണ്ടെത്തിയ ആള് പൊതുവെ ആരും ഹാപ്പി ആയിരുന്നില്ല. അത് കൂടുതലും ഒരു കോണ്ടാക്ടിന്റെ പേരിലോ പരിചയത്തിന്റെ പേരിലോ വന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ റിവ്യൂസും, നമ്മളൊക്കെ എല്ലാവരും ഇന്റർനെറ്റില് റിവ്യൂസ് നോക്കിയും വീഡിയോസ് റെഫറൻസ് നോക്കിയൊക്കെയാണ് നല്ല ടീമിനെ കണ്ടെത്തുന്നത്. എന്റെ കേസിൽ ഞാനത് അതുപോലെ തന്നെ ചെയ്തു. ചേർത്തല ഏരിയയിലുള്ള ഏറ്റവും നല്ല പെയിന്റിംഗ് ഗ്രൂപ്പ്സിനെ സെർച്ച് ചെയ്തു, റിവ്യൂസ് നോക്കി. എന്നിട്ട് ഈ രണ്ട് കൂട്ടരെ ഞാൻ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു. 2-3 പേരുണ്ടായിരുന്നു. അവരെല്ലാം കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചു. ആ സംസാരിച്ചതിൽ പിന്നെ എനിക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് തോന്നുകയും എന്നാൽ പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് സംസാരിക്കുകയും ചെയ്തത് ടെക്കേശ്വരയിൽ തന്നെയാണ്, രാജേഷിന്റെ ടീം തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്കൊരു ചെറിയ ടൈം ലൈൻ ഉണ്ടായിരുന്നു. ഞാൻ ഈ വെക്കേഷന് കുറച്ച് ദിവസത്തേക്ക് വരുന്നതുകൊണ്ട് ആ സമയത്തിനുള്ളിൽ പെയിന്റിങ് തീർത്ത് അത് പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് പാലുകാശ് നടത്തണം എന്നുള്ള ഒരു ടൈം ലൈനൂടെ ഞാൻ വെച്ചിരുന്നു. അപ്പൊ മറ്റു പാർട്ടികളിൽ ഒരാൾ ടൈം ലൈൻ എഗ്രി ചെയ്തിരുന്നു, വേറെ ആൾക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരാൾക്ക് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ആൾക്കാർ റിസോഴ്സസ് കുറവായില്ല, ആൾക്കാരുണ്ടാകും, സ്ട്രെങ്ത് കുറവായി. വലിയൊരു ടീമാണെങ്കിൽ മാത്രമേ അവർക്ക് പെട്ടെന്ന് ആൾക്കാരെ ഓരോ സൈഡിലേക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റൂ. ആ ഒരു സപ്പോർട്ടും സംസാരം കിട്ടിയത് രാജേഷിന്റെ ടീമിന്റെ സൈഡിൽ നിന്ന്. അവർ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ പ്രോജക്ട് നല്ല രീതിയിൽ തീർത്ത് തന്ന കാരണം വേറെ ക്ലയൻസിനും റെക്കമെൻഡ് ചെയ്യാം തീർച്ചയായും, അല്ലെ? ഡെഫിനറ്റ് ആയിട്ട് പൊതുവെ ഒരു പുറത്ത് ജോലി ചെയ്യുന്നവര് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ആദ്യം ചെക്ക് ചെയ്യും, നിങ്ങളൊക്കെ ചെയ്ത ആരെ കൊണ്ടാണ് നാട്ടില്, അങ്ങനെയൊന്നും ചെക്ക് ചെയ്യും. എന്നോട് ആദ്യം ചോദിച്ചാലും എനിക്ക് തെക്കേശ്വര രാജേഷിന്റെ ടീമിനെ എനിക്ക് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇരിക്കാൻ വേറൊരു വീടുകൂടെ എനിക്കുണ്ട്. അത് റാന്നി പെരുന്നാടാണ്, പമ്പയുടെ തീരത്താണ് വീട്. പിന്നെ അവിടെ ഇപ്പൊ ഞാനൊന്ന് റീപെയിന്റ് ചെയ്യാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി നേരത്തെ പെയിന്റ് ചെയ്ത ടീമൊക്കെ ആ ഏരിയയിൽ ഉള്ളവരാണ്. എങ്കിൽ പോലും ഞാൻ രാജേഷിനോട് പോയി നോക്കാൻ പറഞ്ഞു. ആ പ്രോജക്റ്റിലൂടെ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇപ്പൊ ഈ മഴയൊക്കെ കഴിഞ്ഞ ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് രാജേഷ് പോയി നോക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം രാജേഷ് ഇല്ലാത്തപ്പോൾ ഞാൻ വിളിച്ചപ്പോ രാജേഷ് പത്തനംതിട്ട ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവരവിടെ ഫുൾ ടീം പോയി താമസിച്ച് വർക്ക് ചെയ്ത് തീർത്തിട്ട് വരുവാ. അപ്പൊ അതാണ് ഞാൻ കുറച്ചുകൂടെ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയത്. നമ്മളവിടെ ആ ഒരു പ്രൊഫഷണലിസം ഉണ്ട്, ഒരു സ്ഥലത്ത് താമസിച്ച് പ്രത്യേക ഒരു ടൈം ലൈനിൽ അത് തീർത്തിട്ട് വരിക എന്നുള്ള, അതാണ് എനിക്കും വേണ്ടുന്നത്. നമുക്ക് ഈ ഡെയിലി
ഇതിന്റെ ആക്ടിവിറ്റീസിന്റെ പുറകെ ചോദിക്കാൻ എവിടെ എത്തി, എന്തായി, തീർന്നില്ലയോ, ഇങ്ങനെ ചോദിക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ശരി. നമ്മുടെ അവിടുത്തെ ജോലി അതുകൊണ്ട് എന്തായാലും റെക്കമെൻഡ് ചെയ്യാം. ഡെഫിനറ്റ്ലി ഓക്കെ സൂര്യ സാർ, താങ്ക് യു. ഈ ഒരു ഒപ്പീനിയൻ ഷെയർ ചെയ്തതിന് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലുള്ള ഒരു മെമ്പർ ആയിട്ടുള്ള രാജേഷിനെ കുറിച്ച് നല്ലൊരു ഒപ്പീനിയൻ ഷെയർ ചെയ്തതിന്. ഓക്കെ, താങ്ക് യു.